പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544886228. എളനാട്ടിൽ പുലി ഇറങ്ങിയതായി കർഷകർ, സ്ഥിരീകരണമില്ലാതെ വനപാലകരും. എളനാട് 13-ാം വാർഡ് നീളംപള്ളിയാൽ താണിക്കുണ്ട് പ്രദേശത്ത് ചൊവ്വാഴ്ച രാത്രിയിൽ കർഷകനായ ജോസഫ്, രാജൻ എന്നിവർ കൃഷിയിടത്തിൽ വെച്ച് പുലിയെ കണ്ടതായാണ് വെളിപ്പെടുത്തുന്നത്. രാത്രി ഏകദേശം 10-ന് കണ്ടുവെന്നാണ് ഭാഷ്യം. മോട്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു സ്പ്രിംഗ്ലറിൽ. അത് നിർത്താനായിട്ട് 10 മണിയായപ്പോൾ പോയ സമയത്ത് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ അതിന് ഇത് നിൽക്കണുണ്ട് പുലി. അത് ഒരു കുളത്തിൻ്റെ അടുത്ത് പുലി ഇങ്ങനെ നിൽക്കണുണ്ട്. കൃഷികൾക്കായി വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോട്ടോർ ഓഫ് ചെയ്യുവാൻ പോയപ്പോഴാണ് ടോർച്ചിന്റെ വെളിച്ചത്തിൽ പുലിയെ തിരിച്ചറിഞ്ഞതെന്നും ഇരുവരും പറയുന്നു. മേഖലയിൽ വന്യജീവികളുടെ കടന്നാക്രമണം നിമിത്തം കൃഷിനാശം തുടരുന്ന വേളയിൽ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും കൂടി വൻ ഭീഷണി നേരിടുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം സി ശ്രീകുമാർ കർഷകരുടെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എളനാട് മച്ചാട് റേഞ്ച് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. പ്രദേശവാസികളും പൊതുപ്രവർത്തകരുമായ സജിത്, എൽദോ, സുരേഷ് കുമാർ ടി രാംകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ബുധനാഴ്ച രാവിലെ ഫോറസ്റ്റ് അധികൃതർ പ്രദേശത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലി കടന്നുപോയതായ കാൽപ്പാടുകൾ ഒന്നും കണ്ടെത്താനായില്ല. വന്യമൃഗങ്ങൾ മൂലം കർഷകരും മറ്റുള്ളവരും നേരിടുന്ന ദുരിതങ്ങളെക്കുറിച്ച് കിഫ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി രാംകുമാർ സംസാരിക്കുന്നു. എളനാട്ടിലും പുലി ഇറങ്ങി എന്ന് പറയാം. സമീപപ്രദേശങ്ങളായ നമ്മൾ മച്ചാട് മലയുടെ താഴ്വരയാണ് ഈ എളനാട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം. സത്യത്തിൽ ഞങ്ങൾ ആനയാണ് പ്രതീക്ഷിച്ചത്. ആന ഈ വഴിക്കാണ് പോവാറ്. മുണ്ടിപ്പാടം എന്ന് പറയുന്ന അവിടെ ഒരു 10-24 കുടുംബങ്ങളുണ്ടായിരുന്നത് പോയി 3 കുടുംബങ്ങളായി. അവർ ഇറങ്ങിപ്പോന്നു. അവിടെ പൊന്നു വിളയിച്ചിരുന്ന സ്ഥലമാണ്. അവർ ഏട്ടനിയന്മാർ ഇപ്പോൾ 4 പേരോളം ഉണ്ട്. അവർ മുഴുവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഒന്നും കിട്ടാനില്ല. അവർ ഉപേക്ഷിച്ച് പോന്നു. അവിടെ കുടുംബ പാരമ്പര്യമായി ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിലെയാണ് ആന പോയിട്ട് ഇവിടേക്ക് വടക്ക് അകമല വഴി പോണത്. അത് എത്തിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച ആനയാണ്, പക്ഷേ ഇപ്പോൾ പുലിയാണ് വന്നത്. അപ്പോൾ നമുക്കറിയാം, നാട്ടിൽ ഇപ്പോൾ കാട്ടുമൃഗം എന്ന് പറയാൻ പറ്റില്ല, നാട്ടുമൃഗങ്ങളായി മാറിയിരിക്കുക. ഇപ്പോൾ മന്ത്രി പറഞ്ഞത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണ്, അല്ലാണ്ട് പുലിയോ പന്നിയൊന്നും പെരുകിയിട്ടല്ല എന്നാണ് ഒരു മന്ത്രിയായ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവിടെ പെരുപ്പം കൊണ്ടാണ്. പണ്ട് കാലത്ത് എളനാട് എൻ്റെ മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പുലി വന്ന് പട്ടിയെ പിടിച്ചുകൊണ്ട് പശുവിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു കാലത്തിന് വരുന്ന ഞാൻ വിചാരിച്ചതല്ല, പക്ഷെ ആ കാലത്തിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇതിനെ പ്രതിഷേധിക്കാതെ കാര്യമില്ല. VCV ന്യൂസ്, പഴയന്നൂർ.